ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് ജൂൺ 23. ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലത്തെ എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ആ റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ബട്ട് മാർക്കറ്റ് ഒന്ന് ആദ്യം റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഒരു 11 കഴിഞ്ഞ് മാർക്കറ്റ് ഒരു സിവിയർ ആയ ഫോളാണ് മാർക്കറ്റ് സംഭവിച്ചു. ഓൾമോസ്റ്റ് 2400 തൊട്ട് ഓൾമോസ്റ്റ് 24,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് ഇവൻ 23,800 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 1.16% അഥവാ പോയിന്റ്സ് നോക്കുവാണെങ്കിൽ 278.80 പോയിന്റ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഡ്രോപ്പ്. ഇവിടെ നോക്കുവാണെങ്കിൽ മേജറായ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ടിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ച പോലുമില്ല. അത് സൂമായിട്ട് ബ്രേക്ക് ചെയ്തു പോയി. മാർക്കറ്റ് പിന്നെ അതിൻ്റെ മുകളിൽ വന്നു. ബട്ട് പിന്നെ അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നതാണ് കണ്ടത്. അപ്പം കറന്റ്ലി ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. ഈ ഒരു ഏരിയ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ 23,600-650 ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. ആ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അതല്ല ഇതും സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ 23,330 ആണ് മാർക്കറ്റ് ഒരു സപ്പോർട്ടായിട്ട് കാണാനുള്ള ചാൻസസ് ഉള്ളത്. പിന്നെ അതേപോലെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതിൽ തന്നെ 180 ആണ് കറന്റ്ലി ഒരു റെസിസ്റ്റൻസ് ബേസ് ആയിട്ട് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കറന്റ്ലി നല്ല രീതിയിലൊരു ഫോൾ ആണ്. ഓൾമോസ്റ്റ് 1.3% ആണ് ഫോൾ ചെയ്തത്. ബട്ട് ഇന്ന് ഇതല്ല മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്തതെന്ന് പറയാൻ നിഫ്റ്റി മെറ്റൽ ഇല്ലെങ്കിൽ നിഫ്റ്റി IT, ഇത് ഓൾമോസ്റ്റ് നിഫ്റ്റി മെറ്റൽ തന്നെ ഓൾമോസ്റ്റ് 3% ആണ് ഇന്ന് ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. IT ആണെങ്കിൽ ഓൾമോസ്റ്റ് 2.2% ആണ് മാർക്കറ്റ് ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് മാർക്കറ്റ് ഇന്ന് ഡ്രൈവ് ചെയ്തത്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻഡൈസസും കൂടെ വന്നു എന്ന് മാത്രം. ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1% അടുത്തടുത്താണ് എല്ലാ ഇൻഡൈസസും ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറന്റ്ലി ബ്രോഡർ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിലും ഒരു സെൽ ഓഫ് ഇന്ന് കണ്ടു. മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തു, താഴെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന നല്ല രീതിയിലുള്ള മൊമെന്റം ഉണ്ടായിരുന്ന ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. അപ്പം ആ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് എൻഡ് ചെയ്യാന്നാണ് കണ്ടത്. കറന്റ്ലി നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 22,680 ആണ് ഒരു പ്രോപ്പർ സപ്പോർട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കാണുന്നത്. അതേപോലെ സ്മോൾ ക്യാപ്പിലാണെങ്കിൽ കറന്റ്ലി ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് 17,600 ഒരു സപ്പോർട്ട് എടുക്കാൻ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് കാണുന്നത്. ഓക്കെ, അപ്പം ബ്രന്റ് ക്രൂഡിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് കറന്റ്ലി ഒരു 77-78 ഇപ്പൊ കറന്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും മാർക്കറ്റ് ഓൾമോസ്റ്റ് 70 ബിലോ വരാനുള്ള ചാൻസസ് ഉണ്ട് കമ്മിങ് വീക്സിൽ. അപ്പോൾ നാളെ മറ്റന്നാളല്ല, കമ്മിങ് വീക്സിലേക്ക് 70 ബിലോ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന് മേജറായി പെർഫോം ചെയ്ത 2 സ്റ്റോക്സുകൾ നോക്കുവാണെങ്കിൽ ഒന്ന് കൊഹാൻസ് ആണ്. കൊഹാൻസിൽ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ് നടന്നിരിക്കുന്നത്. റേഞ്ച് ഒരു പക്ക ഒരു 1 മന്തിന്റെ ഒരു റേഞ്ച് ക്രിയേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യുന്നതാണ് കണ്ടത്. ഓക്കെ, അതേ ഓൾമോസ്റ്റ് ഇന്ന് കൊഹാൻസ് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 13% ആണ്. ഈവൻ നിഫ്റ്റിയും മിഡ് ക്യാപ്പ് ഒക്കെ വീഴുന്ന സമയത്ത് കൊഹാൻസ് നല്ല രീതിയിൽ മേലോട്ട് മൂവ് ചെയ്യായിരുന്നു. അതേപോലെ ഇന്ന് മാർക്കറ്റിൽ ഡ്രാഗ് ചെയ്ത നിഫ്റ്റി 500 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ഇന്ത്യൻ അഷുറൻസ് കോർപ്പറേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഓൾമോസ്റ്റ് 1 വീക്ക് ആയിട്ട് ഓൾമോസ്റ്റ് 47%ഓളം ന്യൂ ഇന്ത്യൻ ഇൻഷുറൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ന് ഓൾമോസ്റ്റ് ഒരു 8% വീണിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 40-45% വിത്തിൻ 1 വീക്ക് തന്നുകൊണ്ട് തന്നെ അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുവാണ്. അപ്പം ഈ ഒരു റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് വന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ് കണ്ടത്. കറന്റ്ലി ഒരു റെസിസ്റ്റൻസ് ലെവലും കൂടിയാണത്. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. റെസിസ്റ്റൻസ് ലെവൽ മാർക്കറ്റ് ഒന്ന് റിജക്ട് ചെയ്തു, ഇവിടെ നിന്ന് തിരിച്ചു കയറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം നാളത്തേക്ക് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്.
അപ്പം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ ഈവൻ ഇന്ത്യ വിക്സും ഇന്ന് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 10% ആണ് ഇന്ത്യ വിക്സ് ഇന്ന് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് ഫിയർ മാർക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പം ന്യൂസസ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് IT-യിലാണ് മേജറായി IT സെക്ടറിലാണ് ന്യൂസസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ച് കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് മാർക്കറ്റിനെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താവും. ഓക്കെ, താങ്ക് യു.